സാധാരണ ഒരു നേതാവ് ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നു അല്ലെങ്കിൽ തെറ്റി പുറത്തു പോകുന്നു. ആ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഇവിടെ അണ്ണാമലൈ, തമിഴ്നാട്ടിലെ BJPയുടെ പ്രമുഖ നേതാവ്, നേരത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വത്തോട് സംസാരിക്കുന്നു. കേന്ദ്ര നേതൃത്വം ചില ആളുകളോട് സംസാരിക്കുന്നു. ഫെയർ എക്സിറ്റ്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുമോ, അദ്ദേഹം പാർട്ടി തന്നെ നിൽക്കുമോ? പക്ഷേ ഈ വാർത്തകളെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല. താൻ പാർട്ടി വിടുക എന്നുള്ള വാർത്തകളൊന്നും നിഷേധിച്ചില്ല. അതേസമയത്ത് അത് ശരിവെച്ചു വരും. അപ്പം എന്താണ് ആക്ച്വലി തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്? അണ്ണാമലയെ സംബന്ധിച്ച് അണ്ണാമലൈ ഒരു തീരുമാനം എടുത്തെന്നാണ് അറിയുന്നത്. കാരണം അതുമായി മുന്നോട്ട് പോകണം തന്നെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. പക്ഷേ BJP ദേശീയ നേതൃത്വം പരമാവധി പ്രഷർ കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു വിധേയത്വമുണ്ട്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിട്ടാണ് ജോലിയൊക്കെ IPS ഒക്കെ രാജിവെച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് കൃത്യമായിട്ട് ഇപ്പോൾ വിജയ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു നഷ്ടബോധം ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായ കാര്യമാണ്. അതെന്താന്ന് പറഞ്ഞാൽ അണ്ണാമലൈ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷം ശരിക്കും പണിയെടുത്തത് അണ്ണാമലയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ലഭിച്ചില്ല. BJP ദേശീയ നേതൃത്വത്തിൻ്റെ ചില പാളിച്ചകൾ, ചില മണ്ടൻ തീരുമാനങ്ങൾ, തെറ്റായ തീരുമാനം, അത് കാരണം തന്നെയാണ് അദ്ദേഹം ആകെ ഡിപ്രസ്ഡ് ആയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ADMK ആണെങ്കിലും DMK ആണെങ്കിലും ഒരുപോലെ എതിർക്കപ്പെടേണ്ട കക്ഷികളാണ്. ദ്രാവിഡ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ BJPക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു എൻറ്റിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ ബോധ്യത്തിലാണ് അണ്ണാമലൈ വന്നതും പ്രസിഡന്റ് ആയതൊക്കെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ തന്നെയായിരുന്നു. കാരണം തമിഴ്നാട്ടിലെ ഒരു മാസ് ലീഡറിന് വേണ്ട എല്ലാ സവിശേഷതയും അണ്ണാമലയ്ക്കുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് തമിഴ്നാട്ടിൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു ലീഡർ BJPക്ക് ഉണ്ടായിരുന്നില്ല എന്നതൊരു ന്യൂനതയാണ്. പക്ഷെ അതിനുള്ളൊരു ആൻസർ ആയിരുന്നു അണ്ണാമലൈ. പെട്ടെന്ന് ഡെലിവർ ചെയ്തിട്ടുണ്ടോ, പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഡെലിവർ ചെയ്യുന്നതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഒരു ചാട്ടം ചാടുമ്പം ആ ഒരു സ്റ്റേജ്, ഒരു സ്റ്റാൻഡിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അത് എത്രത്തോളം BJP നിറവും തമിഴ്നാട്ടിൽ വളരെ ഒരു നെഗ്ലിജിബിൾ ഫോഴ്സാണ് അല്ലേ? അതെ, ഇപ്പോഴാണ് BJP ഒന്ന് വളർന്നു വന്നത്. പിന്നെ ഒരു വൈരുദ്ധ്യം, ചെറിയ വളർച്ചയില്ലായിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ. അതെ, പക്ഷെ കേന്ദ്രത്തിൽ ഭരണകക്ഷിയാണ് BJP. അപ്പം അവരുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് 39 ലോക്സഭാ അംഗങ്ങളെ അയക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ MP-മാർ എന്നുള്ള ഒരു പ്രസന്റ് കാഴ്ചപ്പാട്, കാരണം അണ്ണാമലയ്ക്ക് ഒരുപക്ഷെ അടുത്ത 5 കൊല്ലത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് ഇന്നത്തെ MP-മാരെ കുറിച്ചുള്ള ഒരു സാധ്യതകളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാവും. ഇതേ നിലപാട് തന്നെയാണ് തെലങ്കാനയിലും ബംഗാളിലൊക്കെ പഴയ BJP നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അറിയാലോ, മമതാ ബാനർജിയുമായിട്ടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാനായിരുന്നു പണ്ട് വാജ്പേയി യുഗത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ മോദി അമിത്ഷാ ഒക്കെ വന്നതിന് ശേഷമാണ് നിലപാട് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ബംഗാൾ പിടിക്കണം. ശരിയാണ്, ആദ്യ തവണ ലഭിച്ചില്ല, 2ാം തവണ ശ്രമിച്ചു, 3ാം തവണ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിന് പ്രകടമായിട്ട് ആ ഒരു ആശയത്തെ സ്വീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അത് നമുക്ക് അറിയാം സ്വാഭാവികമായിട്ട്. എന്നാൽ അതിനർത്ഥം അവിടെ ഹിന്ദുക്കൾ ഭക്തരാണ്, വിശ്വാസികളാണ്, അമ്പലത്തിൽ പോകുന്ന ആളുകളുണ്ട്. ഏതാണ്ട് 85% ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ പറയുന്ന BJP വിഭാവനം ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയം പെട്ടെന്ന് അവിടെ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ലോങ് ടേം പ്രൊജക്ട് വേണം. അതാണ് അണ്ണാമലൈ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് സമയം കൊടുത്തില്ല എന്നുള്ളത് ഒരു വളരെ വലിയ ഒരു ഫാക്ടർ തന്നെയാണ്. അതുമാത്രമല്ല, അവിടെയുള്ള പല RSS ഐഡിയോളോഗ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല ആളുകൾ ഇപ്പോഴും പഴയ യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്, ഗുരുമൂർത്തി ഉൾപ്പെടെ. കാരണം ഈ ആളുകൾ പ്രാക്ടിക്കലായുള്ള ഒരു അപ്രോച്ച് അല്ല തമിഴ്നാടിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം വലിയ ഒരു വിഭാഗത്തിൽ. തമിഴ്നാടിനെ കുറിച്ചുള്ള BJPയുടെ നാഷണൽ പൊളിറ്റിക്സിലെ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിരുന്നു. കാരണം ഇന്നിപ്പം DMK ഒരു ഐഡിയോളജിക്കലി BJP എതിർക്കുന്നുണ്ട്. പക്ഷെ ഇതേ DMK ഏറ്റവും അധികം കൂടെ നിന്നത് BJPയുടെ കൂടെയാണ് കേന്ദ്രത്തിൽ, അല്ലെ? എന്നിട്ട് പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ജയലളിത കരുണാനിധിയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ഇവര് കേന്ദ്രമന്ത്രിമാരാണ് DMK. അന്ന് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലുള്ളത് കൊണ്ടാണ് 2001 അതെ. അപ്പൊ അത്രയും അതേ സമയത്ത് ADMKയും BJPയുടെ കൂടെ നിന്നിട്ട് ജയലളിത കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഇവർക്കൊന്നും തന്നെ BJP-ആയിട്ട് സഖ്യം ചെയ്യുന്നതിന് ഒരു ആശയപരമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഐഡിയോളജിക്കൽ
ഒരു അകലത്തിന്റെ ഒരു വിഷയം അവിടെ ഉദിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ നിലവിൽ തമിഴ്നാട്ടിലൊരു വലിയ വിഭാഗം വരുന്ന ആളുകൾ, ചെറുപ്പക്കാർ, അവരൊരു ലക്ഷ്യം മുൻനിർത്തി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പണ്ടത്തെ പോലെ അന്ധമായുള്ള രാഷ്ട്രീയ ഒരു വിധേയത്വം അവർക്കില്ല. അത് കണ്ടല്ലോ. കാരണം വിജയ് എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുന്നു, പുതിയൊരു വാഗ്ദാനം നൽകുന്നു, പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പം അവരെ സംബന്ധിച്ച് 40 വയസ്സിന് താഴെയുള്ള ഒരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% തമിഴ്നാട്ടിലെ ജനസംഖ്യയിലുണ്ട്. അപ്പം അവർ കൃത്യമായി തന്നെ ആ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ, അതായത് DMK വിരുദ്ധ ADMK വിരുദ്ധ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ, പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിരുദ്ധമായുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് അണ്ണാമലൈ. കാരണം അണ്ണാമലയുടെ എൻ മക്കൾ എൻ മണ്ണ് യാത്ര ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വോട്ടായില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം BJP എന്നുള്ളൊരു ടാഗ് തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിലുള്ള ഒരു കുപ്രചരണം അവിടെ അഴിച്ചുവിട്ടിരുന്നു. ജനങ്ങൾ ഇപ്പോഴും BJP കാണുന്നത് ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിലാണ്. ബംഗാളിൽ മുമ്പ് അത് ഉണ്ടായിരുന്നു, പക്ഷെ ബംഗാളിൽ ഇപ്പോൾ അത് മാറി. കാരണം അവിടെ സാഹചര്യം കഴിഞ്ഞ ഇലക്ഷൻ, അതെ ലോക്സഭ ഈ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് തൊട്ട് മുമ്പ് വരെ ആളുകൾ പറഞ്ഞിരുന്നത് ഇതൊക്കെയാണെങ്കിലും BJP ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല അത് ശരിയാണ്. അപ്പം അണ്ണാമലൈ ഇപ്പം കാണുന്നത് BJPയിൽ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തനിക്കൊരു ഭാവി ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് വലിയ റോളൊക്കെ കൊടുക്കാൻ BJP ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് എത്താനൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് താല്പര്യം തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പം എന്തായാലും DMK ADMK തീർന്നു. ഞാൻ പാർട്ടിക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് പ്രായമായ ആളുകൾ ഇപ്പോഴും രണ്ടിലയോടൊരു വിധേയത്വം, ഒരു സ്നേഹവായ്പൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ പുതിയ ജനറേഷനിടയിൽ ADMKക്ക് വലിയൊരു സ്റ്റേക്ക് ഇല്ല എന്നുള്ള വസ്തുത. അപ്പം സ്വാഭാവികമായിട്ടും ADMK തകർന്നു. DMK ആണെങ്കിലും സ്റ്റാലിന് ശേഷം ഇനി എത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തീർച്ചയായും. പക്ഷേ എന്നാലും അവർക്കൊരു സഖ്യമില്ലാതെ അധികാരത്തിൽ വരാനുള്ള ഒരു സിറ്റുവേഷൻ തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വടക്കൻ തമിഴ്നാടാണ്, പ്രത്യേകിച്ച് ചെന്നൈക്ക് ചുറ്റുള്ള പ്രദേശങ്ങളൊക്കെയാണ്. ബാക്കി പല സ്ഥലങ്ങളിൽ അവർക്ക് സഖ്യം കൂടെ വേണം. അതുകൊണ്ടാണ് DMK വലിയ സഖ്യം രൂപീകരിച്ച് മത്സരിക്കുന്നത്. ഇപ്പൊ വിജയ്ക്കൊപ്പം എല്ലാവരും നിൽക്കുന്ന ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് നിലവിൽ DMK സംബന്ധിച്ച് ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം വിജയുടെ ഒരു ഓറ, ആ പെർസോണ എന്ന് പറയുന്നത് ഇനി ഒരു 10 വർഷമൊക്കെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വിജയ് മാത്രമേ അക്കൗണ്ടബിൾ ആവുന്നുള്ളൂ തമിഴ്നാട്ടിൽ. കാരണം വിജയാണ് താരം. അതായത് അവിടെ വിജയുടെ മന്ത്രിമാർ എന്ത് ചെയ്താലും ജനങ്ങൾക്ക് പ്രശ്നമില്ല. വിജയുടെ ക്രെഡിബിലിറ്റി എന്ന് നഷ്ടപ്പെടുന്നു. അത് ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ആ ഒരു തമിഴ്നാട്ടിൽ അത് എത്രത്തോളം എന്താ പറയുക പെട്ടെന്ന് അത് ആളുകൾ റിഫ്ലക്ട് ചെയ്യുന്നുള്ളതൊരു സംശയമാണ്. കാരണം ഒരു ലോങ് റണ്ണ് പോകാനുള്ളൊരു സാധ്യതയാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം വിജയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു, അതുമുതൽ സിറ്റുവേഷൻ മാറും. പക്ഷെ അതുവരെ ഒരു ലോങ് റണ്ണിൽ വിജയ് പോകാനാണ് സാധ്യത. അത് മാത്രമല്ല വിജയ് പോയാൽ പോലും, അധികാരത്തിൽ പോയാൽ പോലും വിജയ് എന്നുള്ള ഫാക്ടർ അവിടെ ഉണ്ടാകും. കാരണം DMK ADMK ഒക്കെ പോലെ തന്നെ ഒരു പുതിയ സിസ്റ്റം. അപ്പം അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിപക്ഷ സംഭവം, അതായത് വിജയ്ക്ക് സ്വാഭാവികമായിട്ടും അപജയം ഉണ്ടാവും, വിജയുടെ പാർട്ടിക്ക് ഉണ്ടാവും. ഇപ്പം തന്നെ കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്, പീഡന കേസിൽ ഉൾപ്പെട്ട് 2 പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരു ആൾക്കൂട്ടാണല്ലോ ഇത് ബേസിക്കലി. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ വിജയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്തായാലും ഒരു പ്രതിപക്ഷ ഒരു സംഭവം അവിടെയുണ്ട്, ആ ഒരു സ്കോപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അണ്ണാമലൈ അത് ആ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ BJP എന്നുള്ളൊരു ടാഗിൽ അണ്ണാമലൈ നിൽക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ അണ്ണാമലൈ 2% നിന്ന് 11% BJPയുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി. പക്ഷേ സീറ്റ് കൺവേർട്ട് ചെയ്ത് ജയിക്കാൻ സാധിച്ചില്ല. അതായത് ഇനി മുന്നോട്ട് വരണമെങ്കിൽ അണ്ണാമലൈ ഒന്ന് ഫ്രീ ആകും. അണ്ണാമലൈ ഒരു ഫ്രീ ആയുള്ളൊരു വ്യക്തി, ഒരു നാഷണലിസ്റ്റ് പാർട്ടിയാണ് അണ്ണാമലൈയുടെ ലക്ഷ്യം. പൂർണ്ണമായല്ല, അതായത് തമിഴ് വികാരങ്ങളെ മാനിച്ചുകൊണ്ട് എന്നാൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി, അതാണ് അണ്ണാമലൈയുടെ ലക്ഷ്യം. രജനീകാന്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രജനീകാന്ത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണെന്നാണ് തമിഴ്നാട്ടിലെ പല മാധ്യമങ്ങളും പറഞ്ഞത്. രജനീകാന്ത് അന്ന് രാഷ്ട്രീയത്തിൽ ഗോൾഡൻ ചാൻസ് ആണ് നഷ്ടപ്പെട്ടത്. കാരണം വിജയേക്കാൾ വലിയൊരു ഓറയും പെർസോണയൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു ആ കാലത്ത്. രജനീകാന്ത് അന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അണ്ണാമലൈ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ രജനീകാന്ത് മുമ്പിൽ നിൽക്കുമോ? അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് പിന്തുണയുണ്ട് ഈ മൂവ്മെന്റിന് എന്നാണ് മനസ്സിലായത്. പിന്നെ ചില സർക്കിൾസിലൊക്കെ വരുന്ന ഒരു വാർത്ത എന്താന്ന് പറഞ്ഞപ്പോൾ മോഹൻ ഭാഗവതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു 6 മാസം മുമ്പാണ്. അതായത് നിലവിൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന, ഹിന്ദു താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന, ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ഏക പാർട്ടി BJP ആണ്. അതിനർത്ഥം വേറെ ഏതെങ്കിലും പാർട്ടി ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കില്ല എന്നില്ല. അങ്ങനെ ഒരു
വാദം, അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊരു പ്രത്യേക വളരെ ചർച്ചയായ ഒരു വിഷയമാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചില പ്രചരണങ്ങൾ നടക്കുന്നു. അതായത് കേന്ദ്രത്തിൽ BJP-യെ RSS പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല, അതേ ലൈനിലുള്ള ഒരു പ്രതിപക്ഷം കൂടി വന്നോട്ടെ, അതായത് നാഷണലിസ്റ്റിക് പൊളിറ്റിക്സ് ആണ് വേണ്ടത്. മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പം സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും ആയിരിക്കും. പക്ഷേ നാഷണൽ പെർസ്പെക്റ്റീവുള്ള പാർട്ടി പ്രതിപക്ഷത്തും വരണം, ഭരണപക്ഷത്തും വരണം, അല്ലെങ്കിൽ ഭരണപക്ഷത്തും വരണം, പ്രതിപക്ഷത്തും വരണം. വിശാല ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ണാമലയും രജനീകാന്തിന്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് കൃത്യമായി തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ താല്പര്യം, അതിനോട് താല്പര്യമുള്ള അദ്ദേഹം പ്രകടമാക്കിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ നമുക്കറിയാം. ഒരു ദ്രാവിഡ ഇതല്ല അദ്ദേഹം, ബേസിക്കലി അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനും അല്ല, അത് മറ്റൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം അണ്ണാമലയെ ഇനിയിപ്പോ എങ്ങനെ പിടിച്ചു നിർത്താൻ അവസാന ഒരു ടേക്ക് എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവും എന്നുള്ള അറിയില്ല. അത് ഇല്ലെങ്കിൽ അണ്ണാമല പുറത്തു പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. പക്ഷെ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രത്തിലൊരു മന്ത്രിയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അയാൾക്ക് തമിഴ്നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാൻ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായുള്ളൊരു ഒരു രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. സ്വാഭാവികമായിട്ടും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒന്നാമത് അണ്ണാമലയുടെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്, ഒരു മാസ് ലീഡർ ആവാനുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ മിതത്വത്തോടെ ബഹുമാനത്തോടെ തന്നെ അദ്ദേഹം ജനങ്ങളുമായിട്ട് സംവദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹം ശരിക്കും എങ്ങനെയാണ് നേരിടുന്നത്, ഒരിക്കലും ഒരു എരഗൻ വേയിലല്ല അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു എതിരാളിയാണെങ്കിൽ അദ്ദേഹത്തെ അണ്ണാന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാദഗതികൾ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും. ഈയിടെ ശശി തരൂരായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശശി തരൂരിന് എല്ലാ ബഹുമാനം അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം, പക്ഷെ എന്നാലും തന്റെ വാദം കൃത്യമായി അവതരിപ്പിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കും. ഇത് തന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കഴിയുന്നു എന്നാണ്. അതുകൊണ്ട് BJP സംബന്ധിച്ച് വലിയൊരു പാളിച്ച തന്നെയാണ്. ദക്ഷിണേന്ത്യ BJPക്ക് ഇപ്പോഴും ഇപ്പൊ കർണാടക മാറ്റി നിർത്താൻ, ഇപ്പൊ കേരളം നമുക്ക് മാറ്റാം, പക്ഷെ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ഇവിടെയൊക്കെ ഇപ്പോഴും BJPക്ക് നല്ല സാധ്യത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇതേ സംഭവമാണ് ബണ്ടി സഞ്ജയിന്റെ വിഷയത്തിൽ തെലങ്കാനയിൽ ഉണ്ടായത്. തെലങ്കാനയിൽ ശരിക്കും പണിയെടുത്ത മുഴുവൻ OBC ലീഡറായ ബണ്ടി സഞ്ജയാണ്. അവസാന നിമിഷം ബണ്ടി സഞ്ജയെ അങ്ങ് മാറ്റി, അതോടുകൂടി ആ മൊമെന്റം നഷ്ടപ്പെട്ടു. ആ ഒരു ഗ്യാപ്പിലാണ് രേവന്ത് റെഡ്ഡിയെ പ്രതിഷ്ഠിച്ച് കനപോലെ പണിയൊക്കെ തുടങ്ങി മൊത്തത്തിൽ അവസാനം ആ ഭരണം തന്നെ കോൺഗ്രസ്. അതായത് ദക്ഷിണേന്ത്യയിലെ BJPയുടെ സ്ട്രാറ്റജി ഏതാണ്ടൊക്കെ പാളി എന്നർത്ഥം. അതായത് അതാത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ കർണാടക നമുക്ക് അതിൽ കൂട്ടാൻ പറ്റില്ല. കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗംഭീര തിരിച്ചുവരവ് നടത്തി. JDS-ഉമായുള്ള സഖ്യം ഭയങ്കര വാലിഡായി മാറി. അപ്പൊ അതുകൊണ്ട് അവിടെ അത് പറയാൻ പറ്റില്ല. കാരണം BJPക്ക് പണ്ട് മുതലേ സ്വാധീനമുള്ള സംസ്ഥാനമാണ്, RSSന് വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനമാണ്. കർണാടക മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു വലിയ അത് ശരിയാന്ന് തോന്നുന്നു. കേരളത്തിന്റെ കാര്യം നമുക്ക് അറിയാം, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ല, കേരളം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കേരളത്തിലും നിരന്തരമായിട്ടുള്ള സെൻട്രൽ ഇന്റർവെൻഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കാരണം കേരളത്തെക്കുറിച്ചും കാര്യമായ ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ചില പെർസെപ്ഷൻസ് അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ. എന്നാൽ സൗത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ഇൻഡിവിജ്വാലിറ്റി ഉള്ള സ്റ്റേറ്റുകളാണല്ലോ. അതായത് കാരണം ഒരു സൗത്തിന് മൊത്തത്തിൽ നേരത്തെ തന്നെ 1977 ഇന്ത്യയില് അന്നാണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും അധികാരത്തിന് പുറത്തായത്. അതുവരെ കോൺഗ്രസ് വിരുദ്ധ സഖ്യങ്ങളൊക്കെ 71-ലൊക്കെ മഹാസഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ചില പ്രദേശങ്ങളിലൊക്കെ ഭരണം പിടിച്ചു നിന്നു. കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഭരണമാറ്റം വരുന്നത് 1977-ലാണ്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ നിന്ന് തോക്കുന്നു, റായ്ബറേലിയിൽ തോക്കുന്നു, സഞ്ജയ് ഗാന്ധി അമേഠിയിൽ തോക്കുന്നു. നമ്മൾ രാവിലെ അന്ന് TV ഒന്നുമില്ല, റേഡിയോ വാർത്തയിലൂടെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ്. ഉത്തർപ്രദേശിൽ അന്നത്തെ 85 സീറ്റാണ്. ഈ ഉത്തരാഖണ്ഡിൽ പോയ 85-ലും ജനതാ പാർട്ടി ജയിക്കുന്നു. മധ്യപ്രദേശിൽ 40-ലും ജയിക്കുന്നു. അന്ന് 40 സീറ്റാണ് മധ്യപ്രദേശിൽ. രാജസ്ഥാനിൽ ജയിക്കുന്നു. പിന്നെ ഡൽഹി. അങ്ങനെ തൂത്തുവാരാണ് വടക്കേ ഇന്ത്യ മൊത്തം. പക്ഷേ തെക്കേ ഇന്ത്യയിൽ അപ്പോഴും കേരളത്തിൽ 20 സീറ്റിൽ 20. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 140-ൽ 111 സീറ്റും കേരളത്തിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ദേശീയ പാർട്ടികൾക്ക് ഒരു തെക്കേ ഇന്ത്യയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിനകത്ത്. തെക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. പക്ഷെ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ഇപ്പോഴും റൂട്ടില്ല. കോൺഗ്രസും ഈ കർണാടക, ആന്ധ്ര, കേരളം ഇപ്പൊ തന്നെ. പക്ഷെ കോൺഗ്രസും ആന്ധ്രയിൽ ഏതാണ്ട് കോൺഗ്രസ് തെലങ്കാനയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിലും കോൺഗ്രസിലും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നുമല്ല.
അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ BJP യെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഒരു സൗത്ത് ഇന്ത്യൻ പരിപാടികളൊക്കെ തന്നെ ഓരോ തവണയും തിരിച്ചടിക്കുന്നതായിട്ടാണ് നമുക്ക് പൊതുവെ വിലയിരുത്താൻ പറ്റും.